പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 15ാമത്തെ ചാപ്റ്റർ ആണ് ഹൈക്കോർട്സ് ആൻഡ് സബോർഡിനേറ്റ് കോഡ്സ് എന്നാണ്. ഹൈക്കോടതികളും കീഴ്ക്കോടതികളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2024 അതിന് തുടർച്ചയുടെ ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ന്യൂ സിലബസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അവരുടെ മൊത്തം പാഠഭാഗത്തിന്റെ 60% മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മൾ ക്ലാസ്സുകളിൽ വരുന്നത്. ബാക്കി വരുന്ന 40% പഠിക്കേണ്ടത് അസൈൻമെന്റ് ചാപ്റ്ററാണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തവർ ഓൾഡ് ബാച്ചാണ്. അവർ പഴയ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഗൈഡിലെ മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 ബാച്ചിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ 15ാമത്തെ ചാപ്റ്ററിലെ ഹൈക്കോടതിയും അതിൻ്റെ കീഴ്ക്കോടതികളുമാണ് നമ്മൾ എടുക്കുന്നത്. ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ MCQ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പുതിയ മോഡല്. അത് നമ്മൾ വേറൊരു രീതിയിൽ വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഡു യു നോ അബൌട്ട് ദി കോമ്പോസിഷൻ ഓഫ് ഹൈക്കോർട്ട് ഇൻ എ സ്റ്റേറ്റ് ആണ്. കോമ്പോസിഷൻ അതായത് ഹൈക്കോടതിയുടെ ഘടനകൾ എങ്ങനെയൊക്കെയാണെന്ന്. വാട്ട് ഡു യു നോ അബൌട്ട് ദി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഘടനയാണ്, അതിന്റെ സ്ട്രക്ചറാണ്. ഹൈക്കോടതി ഒരു സ്റ്റേറ്റിലുള്ള സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി എങ്ങനെയാണ് നിലവിൽ വന്നത്. ഏതൊരു സുപ്രീം കോടതിയാണ് ഏറ്റവും ഉന്നത കോടതി, അതിന് തൊട്ട് താഴെയുള്ളതാണ് ഹൈക്കോടതി. ഏതൊരു ഫെഡറൽ സംവിധാനത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് നീതിന്യായം. ഇന്ത്യയിൽ ഭരണഘടന ഒരു ഏകീകൃത നീതിന്യായ സമ്പ്രദായമാണ്. സുപ്രീം കോടതിക്ക് തൊട്ട് കീഴിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ട്. ചില ഹൈക്കോടതികളുടെ അധികാര പരിധി 1-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസും പ്രസിഡന്റ് നിയമിക്കുന്ന മറ്റു ജഡ്ജിമാരുണ്ടായിരുന്നു. ജഡ്ജിമാരുടെ അംഗസംഖ്യ നിർണ്ണയിക്കുന്നത് പ്രസിഡന്റാണ്. ഇന്ത്യ യൂണിയനിൽ പ്രസിഡന്റ്, സംസ്ഥാന ഗവർണർ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നിവരോടുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയൊക്കെ പ്രസിഡന്റ് നിയമിക്കുന്നത്. രണ്ടാമത്, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് എ ഹൈക്കോടതി ജഡ്ജി. ഒരു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം യോഗ്യതകൾ. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്, ഇന്ത്യൻ പൗരനായിരിക്കും. 2, ഏതെങ്കിലും പ്രദേശത്തെ നീതിന്യായ വകുപ്പിൽ 10 വർഷക്കാലമെങ്കിലും ജുഡീഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കണമെന്നതാണ്. 3, 10 വർഷമെങ്കിലും അഭിഭാഷകനായി ഹൈക്കോടതിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയായിരിക്കും. 4, ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് പ്രായം 62 വയസ്സാണ്. കാലാവധിക്ക് മുമ്പ് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. 3ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദി സാലറി ആൻഡ് അലവൻസസ് ഓഫ് എ ഹൈക്കോടതി ജഡ്ജി. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളത്തെ കുറിച്ചും അലവൻസുകളെ കുറിച്ചും വിവരിക്കാനാണ്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും മറ്റു ജഡ്ജിമാർക്കും ശമ്പളം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന അലവൻസുകൾ അവർക്കും അർഹരാണ്. പെൻഷൻ പറ്റിയ ശേഷം അവർക്ക് സുപ്രീം കോടതിയിലൂടെയോ മറ്റു ഹൈക്കോടതിയിലൂടെയോ അഭിഭാഷകരായി ജോലി. ജഡ്ജിയായി പ്രവർത്തിച്ച ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. 4ാമത്തെ ചോദ്യമാണ്, അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ആൻഡ് ജുഡിക്കേഷൻ ഓഫ് ദി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലെ അധികാരങ്ങളും ചുമതലകളും വിശദീകരിക്കാനാണ്. അതിന്റെ മുമ്പ് 3ാമത്തെ ചോദ്യം പറയട്ടെ, ഡിസ്ക്രൈബ് ദി സാലറി ആൻഡ് അലവൻസ്. അല്ലെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മറ്റു ജഡ്ജിമാർക്കും ശമ്പളം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റിലെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന അലവൻസുകൾ അവർക്കും അർഹരാണ്. പെൻഷൻ പറ്റിയ ശേഷം അവർക്ക് സുപ്രീം കോടതിയിലോ മറ്റു ഹൈക്കോടതിയിലോ അഭിഭാഷകരായി ജോലി. ജഡ്ജിയായി പ്രവർത്തിച്ച ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. 4, എക്സ്പ്ലെയിൻ അബൌട്ട് ദി പവേഴ്സ് ആൻഡ് ജുഡിക്കേഷൻ ഓഫ് ദി ഹൈക്കോടതി. ഹൈക്കോടതിയുടെ അധികാരങ്ങളും ചുമതലയും വിവരിക്കണം. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ പീഠമാണ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ സംസ്ഥാനത്തിലെ എല്ലാ പൗരന്മാർക്കും ബാധകമായി. ഹൈക്കോടതിക്ക് ഒറിജിനലും അപ്പീൽ അധികാരമുണ്ട്. എന്താണ് ഹൈക്കോടതിയുടെ ഒറിജിനൽ അധികാരം? മലയാളത്തിൽ പറയുകയാണെങ്കിൽ തനത് അധികാരം എന്ന് പറയുന്നത്. സിവിൽ നിയമ സംഹിതയും ക്രിമിനൽ നിയമ സംവിധാനവുമാണ് ഹൈക്കോടതിയുടെ അധികാര പദ്ധതി.
കോർട്ട് ഇലക്ഷൻ, കമ്പനി നിയമങ്ങൾ, വൈവാഹിക നിയമങ്ങൾ, വിൽ പത്രങ്ങൾ, അഡ്മിറാലിറ്റി എന്നീ കാര്യങ്ങൾ ഹൈക്കോടതിക്ക് ഒറിജിനൽ അധികാരമാണ്. സംസ്ഥാനത്തുള്ള ഏതൊരു വ്യക്തികളുടെയോ സ്ഥാപനത്തിന്റെ പേരുകൾ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ നിർദ്ദേശം കൊടുക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഭരണഘടന ഉറപ്പു തരുന്ന മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. പ്രാദേശിക സമിതികൾ, സംസ്ഥാന നിയമസഭ എന്നിവയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പെറ്റീഷനുകൾ വിചാരണ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഹൈക്കോടതിക്ക് ഒറിജിനൽ അധികാരമുണ്ട്. പിന്നെ രണ്ടാമത് അപ്പീൽ അധികാരമാണ്. സിവിൽ, ക്രിമിനൽ വ്യവഹാരങ്ങൾ ഹൈക്കോടതിക്ക് അപ്പീൽ അധികാരമുണ്ട്. സിവിൽ വ്യവഹാരങ്ങൾ ഹൈക്കോടതി ഒന്നാം അപ്പീലോ രണ്ടാം അപ്പീലോ കേൾക്കുന്നതായിരിക്കും. ഹൈക്കോടതികൾ ജില്ലാ കോടതിയുടെ വിധിക്കെതിരായ അപ്പീലുകൾ നേരിട്ട് ഹൈക്കോടതികൾ നൽകും. കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീലുകൾ ജില്ലാ കോടതി കേൾക്കും. പക്ഷേ തീർപ്പുകളിലുള്ള രണ്ടാമത്തെ അപ്പീൽ ഹൈക്കോടതിയിൽ കൊടുക്കാൻ കഴിയും. ക്രിമിനൽ കേസുകളിൽ സെഷൻ കോടതിക്കെതിരെ ഹൈക്കോടതികൾ അപ്പീൽ സ്വീകരിക്കുന്നു. സംസ്ഥാന ഹൈക്കോടതികൾ രേഖകൾ സൂക്ഷിക്കുന്ന കോടതി കൂടിയാണ്. അതിൻ്റെ നീതിന്യായങ്ങൾ, വ്യവഹാരങ്ങൾ സംബന്ധിച്ച നിയമങ്ങളായി കണക്കുന്നു. കോടതി അലക്ഷ്യത്തിന് എതിരെ ശിക്ഷിക്കുന്നതിനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതി രേഖാ കോടതിയായതിനാൽ വിധികളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുകയും മറ്റു കോടതികൾക്ക് തെളിവിനുള്ള വസ്തുക്കളായി സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ആർ ദ സബോർഡിനേറ്റ് കോർട്സ് ഇൻ എ ഡിസ്ട്രിക്ട് ഓർഗനൈസ്ഡ്? ഒരു ജില്ലയിലെ സബോർഡിനേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതി. ഒരു ജില്ലയിലെ കീഴ്ക്കോടതിയുടെ ഘടനയാണ്. കീഴ്ക്കോടതികൾ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ താഴെയായ ജില്ലാ തലത്തിലും ഉപജില്ലാ തലത്തിലും കീഴ്ക്കോടതികളുണ്ട്. കീഴ്ക്കോടതികളുടെ ഘടനയും പ്രവർത്തനവും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെയാണ്. അതിൽ ഒന്നാണ് സിവിൽ കോടതികൾ. സിവിൽ കോടതികൾ തീർപ്പ് കൽപ്പിക്കുന്നത് വസ്തു സംബന്ധമായ അവകാശങ്ങൾ, തർക്കങ്ങൾ, പണസംബന്ധമായ വ്യവഹാരങ്ങൾ, കരാറുകൾ, വസ്തു കൈമാറ്റം, കൂടിക്കിടപ്പ്, അവകാശം, കുടുംബ തർക്കങ്ങൾ, പ്രത്യേക വിവാഹമോചന കേസുകൾ എന്നിവരാണ്. ഓരോ ജില്ലയിൽ പ്രത്യേകമായി ജില്ലാ ജഡ്ജി, അഡീഷണൽ ജില്ലാ ജഡ്ജി, സീനിയർ സബ് ജില്ലാ ജഡ്ജി, മുൻസിഫ് എന്നിവരുണ്ട്. ജില്ലാ ജഡ്ജിയിലാണ് ജില്ലാ കോടതിയുടെ മേധാവി. ജില്ലയിലെ കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധികൾക്കെതിരായി അപ്പീൽ ജില്ലാ കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. പിന്നെ അടുത്താണ് ക്രിമിനൽ കോടതികൾ. ഈ കോടതി സാധാരണയായി കൈകാര്യം ചെയ്ത മോഷണം, കൊള്ളയടി, തീവെപ്പ്, ശാരീരിക പീഡനം, മർദ്ദനം, കൊല മുതലായ സംബന്ധിച്ച കേസുകളാണ്. ഡിസ്ട്രിക്ട് ജഡ്ജി ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് സെഷൻ ജഡ്ജിയായാണ്. ഒരു ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതി സെഷൻ ജഡ്ജിയുടെ കോടതിയാണ്. പിന്നെ റവന്യൂ കോടതിയുണ്ട്. റവന്യൂ കോടതി വസ്തുനികുതിയെ സംബന്ധിച്ചുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ജില്ലയിലെ പരമോന്നത റവന്യൂ കോടതിയാണ് ബോർഡ് ഓഫ് റവന്യൂ. കമ്മീഷണർമാർ, കളക്ടർമാർ, തഹസിൽദാർമാർ, അസിസ്റ്റന്റ് തഹസിൽദാർമാർ എന്നിവരടങ്ങുന്ന ബോർഡ് ഓഫ് റവന്യൂ കോടതി ലോവർ റവന്യൂ കോടതിയിലെ വിധി കേട്ടതിന് ശേഷം ബോർഡ് ഓഫ് റവന്യൂ കോടതി വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. Which punishment awarded by lower court cannot be implemented without confirmed by high court? കീഴ്ക്കോടതിയുടെ ഏത് ശിക്ഷാവിധിയാണ് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ നടപ്പിലാക്കാൻ സാധിക്കാത്തത്? അതിന്റെ ആൻസർ ആണ് വധശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, അറ്റ് പ്രസന്റ് ഹൗ മെനി ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട്? 21. അടുത്ത്, വിച്ച് യൂണിയൻ ടെറിട്ടറി ഹാസ് ഇറ്റ്സ് ഓൺ ഹൈക്കോർട്ട്? ഏത് കേന്ദ്ര ഭരണ പ്രദേശത്താണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ളത്? ഡൽഹിയിൽ. വൺ വേർഡിൽ വരുന്നതാണ്. അടുത്ത, നോട്ട് എ സ്റ്റേറ്റ് വിച്ച് ഹാസ് എ ഹൈക്കോടതി? ഒരു സംസ്ഥാനമില്ലാതിരുന്നതുകൂടി സ്വന്തമായി ഹൈക്കോടതിയുള്ള പ്രദേശം ഏതാണ്? ഡൽഹി. അടുത്തത്, ഹു ഹാസ് ദ പവർ ടു അപ്പോയിന്റ് ദി ഹൈക്കോടതി ജഡ്ജി? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്. ജില്ലയിലെ പരമോന്നത കോടതിയും ഹൈക്കോടതിയാണ്. ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതിയായത് സെഷൻ കോടതിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനിയും വരും വീഡിയോകളിൽ നമ്മുടെ +2ൻ്റെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളുണ്ട്. NAS, SSLC, +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നാട്ടിലുള്ളവർക്കും ഗൾഫിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ലീവിന് വന്ന് നാട്ടിലിരുന്ന് പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. പരീക്ഷയ്ക്ക് പോകാൻ പ്രയാസമുള്ളവർക്ക് പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്ന ഓൺലൈൻ SSLC +2 നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ IGNOU, ശ്രീനാരായണ ഗുരു തുടങ്ങിയ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനുകളും ക്ലാസ്സുകളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റ് സംബന്ധമായ കാര്യങ്ങൾക്കും
കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.